എല്ലാവർക്കും സാരംഗി സ്പീക്സിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എന്ന് പറയട്ടെ, നമ്മുടെ സ്ഥിരം വീഡിയോ എടുപ്പിന്റെ ഒരു സെറ്റപ്പ് അല്ല ഇന്ന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ആകാന്ന് വിചാരിച്ചു. നിങ്ങൾ ആ ബ്ലാക്ക് സ്ക്രീൻ കണ്ട് എത്രത്തോളം മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. എനിക്ക് തന്നെ അത് പലപ്പോഴും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഓഡിയോ ക്വാളിറ്റിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറത്തൊരു ജോലി നടക്കുന്നുണ്ട്, കാക്കയുടെ കരച്ചിലുണ്ടാവാം, അമ്പലത്തിൽ നിന്നുള്ള മൈക്കിന്റെ ശബ്ദം ഉണ്ടാവാം. എന്നാലും വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ 1-2 വീഡിയോകൾ മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്രീക്ക് ദേവൻ ഹെർമിസ് ആണ്. ദേവന്മാരുടെ കൂട്ടത്തിലെ സന്ദേശവാഹകൻ, സ്യൂസിന്റെ ഒഫീഷ്യൽ മെസ്സഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. സന്ദേശവാഹകൻ മാത്രമല്ല, മറ്റു പല പല സംഗതികളുടെയും ദേവനും കൂടിയാണ് ഹെർമിസ്. യാത്രകളുടെ, വഴിത്താരകളുടെ, കള്ളന്മാരുടെ, കുരുട്ടുബുദ്ധിയുടെ, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുടെ, അക്ഷരങ്ങളുടെയും കൂടെ ദേവനാണ് ഹെർമിസ്. മെഡിസിനെ പറ്റിയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, മരിച്ച ആൾക്കാരെ മനുഷ്യരുടെ ആ ലോകത്ത് നിന്നും അല്ലെങ്കിൽ മോർട്ടൽസിന്റെ ലോകത്ത് നിന്നും മരണലോകത്തേക്ക് കൊണ്ടുപോകുന്നതും ഹെർമിസ് ആണെന്ന്. മറ്റു പല പല കഥകളിലും പലപ്പോഴായിട്ട് ഹെർമിസിന്റെ സാന്നിധ്യം ഇതിലുള്ള വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഹെർമിസിന്റെ ജിനിയോളജിയെ പറ്റി പറഞ്ഞാൽ സ്യൂസ് തന്നെയാണ് പിതാവ്. അമ്മയോ മയയാണ്. മയ എന്ന് പറയുന്നത് ടൈറ്റന്മാരിൽ ഒരുവനായ അറ്റ്ലസിന്റെയും പ്ലിയോണി എന്ന് പറയുന്ന ദേവതയുടെയും മകളാണ്. ഈ മിയയും സഹോദരിമാരും കൂടി ചേർന്നിട്ട് പ്ലിയേഡ്സ് എന്നാണ് ഗ്രീക്ക് മിത്തോളജിയിൽ അറിയപ്പെടുന്നത്. മുമ്പ് പലപ്പോഴും പറഞ്ഞ കഥകളിൽ, അതായത് അപ്പോളോയുടെ, ആർട്ടിമിസിന്റെ ഉൾപ്പെടെയുള്ള കഥകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, മനുഷ്യരുടെ ഒരു ജനനം, വളർച്ച, അങ്ങനത്തെ നിരക്കില് ദേവന്മാരുടെ കാണാൻ പറ്റില്ല. അത്തരത്തില് ഒരു ശിശുവായിരുന്നു ഹെർമിസും. ജനിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ ഒരുപാടാണ്. ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. കൈലി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഗുഹയിലാണ് മയ ഹെർമിസിനെ പ്രസവിച്ചത്. പ്രസവശേഷം കുട്ടിയെ തൊട്ടിലാക്കി ഉറക്കി കിടത്തിയ ശേഷം മയയെ ഒന്ന് വിശ്രമിക്കാനായിട്ട് പോയി. തൊട്ടിലിൽ കിടന്ന കുട്ടി ചാടി എഴുന്നേറ്റ് തന്റെ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഗുഹയ്ക്ക് പുറത്തേക്ക് പോയി. അതിനടുത്തൊരു സ്ഥലത്താണ് അപ്പോളോയുടെ വിശിഷ്ടങ്ങളായ 50 പശുക്കൾ ഒരു കന്നുകാലിക്കൂട്ടത്തിനെ സൂക്ഷിച്ചിരുന്നത്. നമ്മുടെ ഹെർമിസ് നേരെ പോയി ആ കന്നുകാലിക്കൂട്ടത്തിനെ കണ്ടപ്പോൾ ഒരു കൗതുകം. ആശാൻ എന്താ ചെയ്തെന്നോ, അവറ്റെ അങ്ങ് മോഷ്ടിച്ചു കളഞ്ഞു. മോഷ്ടിച്ചിട്ട് തന്റെ ഗുഹയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. കൂട്ടത്തില് 2 എണ്ണത്തിനെ മാത്രം എടുത്ത് കശാപ്പ് ചെയ്ത് ഭക്ഷിച്ചു, ദേവന്മാർക്ക് ബലി നൽകുകയും ചെയ്തു. ബാക്കി 42 എണ്ണത്തിനെയാണ് അവിടെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. കുഞ്ഞിക്കാലല്ലേ ഹെർമിസിന്റെ, തന്റെ കാലില് തുകൽ കൊണ്ടുള്ള ഒരു വലിയ ചെരുപ്പ് ഉണ്ടാക്കിയിട്ടിട്ട് ആ ചെരുപ്പ് നോക്കിയാലും ആൾക്കാർ വിചാരിക്കുക വലിയൊരു മനുഷ്യനാണ് ഈ കാലുകൾ തട്ടിക്കൊണ്ടുപോയെന്നേ ഉള്ളൂ. ജനിച്ച് വീണ ദിവസത്തെ ഒരു കുട്ടിയുടെ പരാക്രമങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന് ഓർക്കണം. കാലിക്കൂട്ടത്തിന്റെ ഉടമസ്ഥനാരാ? അപ്പോളോയാണ്, വെളിപാടുകളുടെയും കൂടി ദേവൻ. ആരാണ് മോഷ്ടിച്ചതെന്ന് കക്ഷിക്ക് മനസ്സിലായി. ഹെർമിസിനെ തപ്പി ഹെർമിസിന്റെ ഗുഹയിലേക്ക് എത്തി. ഹെർമിസ് സമ്മതിച്ചില്ല താനാണ് മോഷ്ടിച്ചതെന്നും മറ്റും. മാത്രമല്ല പാടെ നിഷേധിച്ചു കളയുകയും ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു പരിപാടിയും കൂടി ഒപ്പിച്ചിരുന്നു ഹെർമിസ്. തന്റെ ഗുഹയ്ക്ക് പുറത്ത് കണ്ട ഒരു ആമയെ, അതിന്റെ ആമയുടെ തോടെടുത്ത് അതിൽ നിന്നും ആ പശുക്കളുടെ ശരീരഭാഗങ്ങളോട് ഉപയോഗിച്ചിട്ട് മനോഹരമായ ഒരു വാദ്യ ഉപകരണം ഉണ്ടാക്കി. ഹെർമിസ് അത് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോളോ ഗുഹയിലേക്ക് എത്തുന്നത്. കാര്യം, ആശാനെ കുട്ടിയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് വന്നതെങ്കിലും ഈ സംഗീതോപകരണത്തിൽ നിന്നുണ്ടായ ആ ഒരു സംഗീതത്തിന്റെ ദേവനല്ലേ അപ്പോളോ, മയങ്ങിപ്പോയി. തന്നെക്കാൾ ഭംഗിയായിട്ട് സംഗീതം ഉണ്ടാക്കുന്നു ഈ വിദ്വാൻ. മോഷണത്തിന്റെ മാത്രമല്ല, നെഗോസിയേഷന്റെയും കൂടി ദേവനാണ് ഹെർമിസ്. താൻ ഉണ്ടാക്കിയ ആ സംഗീതോപകരണത്തിന്റെ പേര് ലയർ എന്നാണ്. ആ ലയറിന് പകരമായിട്ട് കന്നുകാലി കൂട്ടത്തിനെ തനിക്ക് തന്നെ സൂക്ഷിക്കാൻ അവകാശം തരണമെന്ന് ഹെർമിസ് അപ്പോളോട് ആവശ്യപ്പെട്ടു. അത്രയും ആ സംഗീതത്തിൽ മയങ്ങിപ്പോയ അപ്പോളോയ്ക്ക് സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നു. ഈ കഥകളൊക്കെ സ്യൂസിന്റെ മുമ്പിലും എത്തി. കാര്യം, അപ്പോളോയോട് ചെയ്തത് നല്ല കാര്യമല്ലെന്നുണ്ടെങ്കിലും ഈ കണ്ണിങ് ഇന്റലിജൻസ്, ഈ കുരുട്ടുബുദ്ധി സ്യൂസിന് വളരെ ഇഷ്ടപ്പെട്ടു. തന്റെ ഒരു ഒഫീഷ്യൽ മെസ്സഞ്ചറായി ഹെർമിസിനെ അന്നു മുതൽ സ്യൂസ് മാറ്റി. അതുമാത്രമല്ല, സ്യൂസിന്റെ ഒരു വിളംബര ദേവനും കൂടിയാണ് ഹെർമിസ്. ഇനി ഹെർമിസിന്റെ ചില സവിശേഷതകൾ പറയാം. ഹെർമിസിന്റെ റോമൻ നാമം മെർക്കുറി എന്നാണ്. മിക്കവാറും ചിറകുകളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഹെർമിസിനെ ചിത്രീകരിച്ച് കാണാറുള്ളത്. കെഡൂസിയസ് എന്ന പേരുള്ള ഒരു വിളംബര ദണ്ഡാണ് എപ്പോഴും കയ്യിലുള്ളത്. ഹെർമിസിന് മാത്രമല്ല, ഹെർമിസിന്റെ തൊപ്പിക്കും ബൂട്ട്സിനും ഒക്കെ ചിറകുകൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. വിളംബര ദേവനല്ലേ. പ്രധാനപ്പെട്ട മൃഗങ്ങൾ ഒരു മുട്ടനാടും മുയലും ഒക്കെയാണ്. പ്രധാനപ്പെട്ട ചെടികൾ എന്ന് പറയുന്നത് ക്രോക്കസും സ്ട്രോബെറിയും. ഒരുപക്ഷെ നമ്മൾ ആദ്യം ഹെർമിസിനെ പറ്റി പറഞ്ഞത്
ആർഗോസ് പനോപ്റ്റസ് എന്ന് പറയുന്നൊരു ജീവിയെ പറ്റി സംസാരിച്ചപ്പോഴായിരിക്കും. ഓർക്കുന്നുണ്ടോ? സ്യൂസിന്റെ പ്രണയിനികൾ ഒരാളായിരുന്ന ഇയോയെ പറ്റിയും, ഇയോയെ ഹെറ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു, എന്നിട്ട് കാവലാളായിട്ട് ആർഗോസ് എന്ന പേരുള്ള ഒരുപാട് കണ്ണുകളുള്ള ഒരു ഭീകരനെ നിയോഗിച്ച കാര്യം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അത്തരം കഥ ഉൾപ്പെടുന്ന ഒരു ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. അപ്പോ സ്യൂസിന്റെ നിർദ്ദേശപ്രകാരം ഹെർമിസ് ആർഗോസിനെ പറ്റിച്ചിട്ട് അയ്യോയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നു. പക്ഷെ ആർഗോസിന് ഒരുപാട് കണ്ണുകളല്ലേ, ഹെർമിസിന്റെ വിദ്യകളൊന്നും നടന്നില്ല. ഒടുവില് തന്റെ സംഗീതം തന്നെ ഹെർമിസ് പുറത്തെടുത്തു. ആ സംഗീതത്തില് ആർഗോസ് മയങ്ങിപ്പോയി, 2 കണ്ണുകൾ മാത്രം തുറന്നു വെച്ചു. ഹെർമിസ് ആർഗോസിനെ കൊന്ന് അയ്യോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് കഥ പറയുന്നത്. മറ്റു പല കഥകളിലും ഹെർമിസിന്റെ സാന്നിധ്യമുണ്ട്. പാൻഡോറ ഉണ്ടാക്കിയപ്പം എഥീനയോടും ഹെഫേസ്റ്റസിനോടൊപ്പം ഹെർമിസിന് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെ 2 സഹോദരന്മാർ വന്ന് നമ്മുടെ ഏറിസിനെ പിടിച്ച് കുടത്തിലാക്കിയപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കാൻ പോയതും ഹെർമിസ് ആണെന്ന് പറയുന്നുണ്ട്. പേഴ്സിയസിന്റെ കഥയിലും ഹെർമിസിന് ഒരു വലിയ പങ്കുണ്ട്. മെഡൂസയെ എതിരിടാനായിട്ട് പേഴ്സിയസ് ചെന്നപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് തന്റെ ആ ചിറകുകളുള്ള ബൂട്ടാണ് ഹെർമിസ് കൊടുത്തതെന്നാണ് കഥകളിലൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ഒഡീസിയസ് ഇല്ലേ, ഒഡീസിയസിന്റെ ഇത്താക്കയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ സെർസി എന്ന് പറയുന്ന ഒരുവളുടെ അടുത്ത് കുറച്ച് കഥകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗം ഒഡീസിയസിന് റെഡിയാക്കി കൊടുത്തതും ഹെർമിസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ട്രോജൻ യുദ്ധത്തിന്റെ കാര്യം കൂടി പറഞ്ഞേക്കാം. ട്രോജൻ യുദ്ധത്തിൽ ഇല്ലാത്ത ദേവന്മാരില്ലല്ലോ. ഹെർമിസ് ശരിക്കും ഗ്രീക്കുകാരുടെ കൂടെ ആയിരുന്നു, ഗ്രീക്കുകാരെയാണ് സഹായിച്ചത്. പക്ഷേ ട്രോയിലെ രാജാവായിരുന്ന പ്രിയാമിന് മകനായ ഹെക്ടറിന്റെ ശവശരീരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവന്റെ മരണസമയത്ത് പ്രിയാമിനോടൊപ്പം ഹെർമിസിനെ കാണുന്നുണ്ട് നമ്മുടെ ഇല്ലിയഡില്. ഹെർമിസിനെ കാണിക്കുമ്പോൾ സ്ഥിരമായിട്ടൊരു കമ്പ് ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. ഹെറാൾഡ് സ്റ്റാഫ് എന്നാണ് പറയുന്നത്. അതായത് ദൂതന്മാര് അല്ലെങ്കിൽ വിളംബരക്കാരെ കയ്യിൽ ഇങ്ങനെ വെക്കാറുള്ള ഒരു ദണ്ട്. ഈ ഒരു ദണ്ടും നമ്മുടെ മോഡേൺ മെഡിസിന്റെ ഒരു ചിഹ്നമില്ലേ, ഒരു പാമ്പ് ഇങ്ങനെ ട്വൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പ്, അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആക്കി കാണിക്കാറുണ്ട്. എയ്സ്ക്ലിപ്പിയസ് റോഡ് എന്നാണ് ആ മെഡിസിനൽ റോഡിന്റെ പേര്. ഇത് രണ്ടാണേ. അതിനും ഒരു കഥയുണ്ട്. ഒരിക്കല് 2 പാമ്പുകൾ തമ്മിൽ വഴക്കിടുന്നതിനിടയിലേക്ക് ഹെർമിസ് തന്റെ ദണ്ട് വലിച്ചെറിഞ്ഞെന്നും അപ്പോൾ അവർ അതിലെ ട്വൈൻ ചെയ്തിട്ട് ഹെർമിസിന്റെ സ്റ്റാഫ് ഉണ്ടായതെന്നാണ് കഥയിൽ പറയുന്നത്. എസ്ക്ലിപ്പിയസ് റോഡ്, അതായത് മോഡേൺ മെഡിസിന്റെ ആ ദണ്ടെന്ന് പറയുന്നതിൽ ഒരു പാമ്പ് മാത്രമേ ചുറ്റിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോളോയുടെ മകനായ എസ്ക്ലിപ്പിയസ് ആണ് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ പ്രഗത്ഭനായ വൈദ്യൻ. നമുക്കിനി ഹെർമിസിനെയും ഒളിമ്പ്യൻ സിംഹാസനത്തിൽ ഇരുത്തണ്ടേ? പക്ഷെ എവിടെയാണ് ഒരു കുഴപ്പം വരുന്നത്? നോക്കിക്കേ, സിംഹാസനമൊക്കെ നിറഞ്ഞിരിക്കുകയല്ലേ, എവിടെയാ ഇനി ഹെർമിസിനെ ഇരുത്തുക? 11 പേര് സ്യൂസിന് ചുറ്റുമുണ്ട്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു മാറ്റലും മറിക്കലും ഒക്കെ നടക്കാൻ പോകുന്നത്. ഹേഡിസിനെ നമ്മൾ ഒളിമ്പ്യന്മാരുടെ ആ കൗൺസിലിൽ മിക്കവാറും കാണാറില്ല. ഹേഡിസ് അണ്ടർവേൾഡിന്റെ, അധോലോകത്തിന്റെ നായകനല്ലേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സന്ദർഭങ്ങളിലല്ലാതെ അദ്ദേഹം ഒളിമ്പസിലേക്ക് എത്താറില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഹേഡിസിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഹെർമിസിനെ അവിടെ ഇരുത്താം. ഓക്കെ, ഹേഡിസും ഒളിമ്പ്യന്മാരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ 12 ഒളിമ്പ്യൻ ഗോഡ്സിൽ ഹേഡിസിനെ കണക്കാക്കാറില്ല. വേറൊരു റെലം, അതായത് അണ്ടർവേൾഡിന്റെ അധിപനായിട്ടാണ് ഹേഡിസിനെ കണക്കാക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ദേവനും കൂടെ ബാക്കിയുണ്ട്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. കക്ഷി വന്നാൽ എവിടെ ഇരിക്കും? ഇനി ആരാണാവോ മാറിക്കൊടുക്കാൻ പോകുന്നത്? ആ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. അതുവരേക്കും കീപ് വാച്ചിങ് സാരംഗി സ്പീക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.